എക്സസൈസിന്റെ ഈ ഭാഗം 2-ൽ സിംഗിൾ ഫേസ് AC മോട്ടോർ എങ്ങനെ സ്റ്റാർട്ട്, റൺ, റൊട്ടേഷൻ, ദിശ മാറ്റൽ എന്നിവ എങ്ങനെ ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്നു. കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടോറുകളുടെ സ്റ്റാർട്ട്, റൺ, റൊട്ടേഷൻ, ദിശ മാറ്റൽ. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കണ്ടൻസറുകൾ തിരിച്ചറിയുകയും അവയുടെ അവസ്ഥയും ഡാറ്റയും പരിശോധിക്കുകയും ചെയ്യുക. അവയെ പട്ടികയിൽ രേഖപ്പെടുത്തുകയും സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കണ്ടൻസറുകളുടെ ഡാറ്റ താരതമ്യം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കപ്പാസിറ്ററുകൾ തിരിച്ചറിയുക. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററുകൾക്ക് CS എന്നതുപോലുള്ള ലേബലുകളും റണ്ണിംഗ് കപ്പാസിറ്ററുകൾക്ക് CR പോലുള്ള ലേബലുകളും ഉണ്ടാകും. അവയുടെ ബന്ധപ്പെട്ട കപ്പാസിറ്റർ വാല്യൂ മൈക്രോ ഫാരഡ്സിൽ അവയിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിക്കുന്ന കപ്പാസിറ്റർ വാല്യൂ ഏതാണ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ സാധാരണയായി കൂടുതൽ ഉയർന്ന മൂല്യം ഉള്ളതാകും, അതുപോലെ ഏതാണ് റണ്ണിംഗ് കപ്പാസിറ്റർ സാധാരണയായി കുറഞ്ഞ വാല്യൂ ഉള്ളത് എന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിന്റെ സാധാരണ നിലയിലുള്ള വാല്യൂ 50 മൈക്രോ ഫാരഡ് മുതൽ 500 മൈക്രോ ഫാരഡ് വരെ ആയിരിക്കും. എന്നാൽ റണ്ണിംഗ് കപ്പാസിറ്ററിന്റെ വാല്യൂ 5 മൈക്രോ ഫാരഡ് മുതൽ 100 മൈക്രോ ഫാരഡ് വരെയാകാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഇൻസുലേഷൻ ടെസ്റ്റ്, സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്നിവ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നതിനായി പരിശോധിക്കുക. മോട്ടോറിനെ 240 വോൾട്ട് AC സപ്ലൈയുമായി സ്വിച്ച്, സ്റ്റാർട്ടർ എന്നിവ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നതുപോലെ ബന്ധിപ്പിക്കുക. ICDP സ്വിച്ചിൽ അനുയോജ്യമായ വലുപ്പത്തിലുള്ള ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യുകയും മോട്ടോറിന്റെ റേറ്റിംഗ് അനുസരിച്ച് ഓവർലോഡ് സെറ്റ് ചെയ്യുക. ICDP സ്വിച്ച് ഓൺ ചെയ്യുകയും സ്റ്റാർട്ടറിന്റെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുക. റൊട്ടേഷൻ ദിശ പരിശോധിച്ച് റെക്കോർഡ് ചെയ്യുക. ഒരു AC സിംഗിൾ ഫേസ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടറിന്റെ റൊട്ടേഷൻ ദിശ മാറ്റുക. മോട്ടോർ സ്റ്റോപ്പ് ചെയ്ത് ICDP സ്വിച്ച് ഓഫ് ചെയ്യുകയും ഫ്യൂസ് നീക്കം ചെയ്യുകയും റണ്ണിംഗ് വൈൻഡിംഗ് ടെർമിനലുകൾ പരസ്പരം മാറ്റുകയും ചെയ്യുക. റണ്ണിംഗ് വൈൻഡിംഗ് ടെർമിനൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ടെർമിനൽ മാറ്റിയിട്ടോ റൊട്ടേഷൻ ദിശ മാറ്റാൻ കഴിയും. ഇതിൽ ഏതാണ് എളുപ്പം അത് ചെയ്യാവുന്നതാണ്. തന്നിരിക്കുന്ന സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ടെർമിനലുകൾ U1 ഉം U2 ഉം പരസ്പരം മാറ്റുക. മോട്ടോർ നിർത്തി സർക്യൂട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റാർട്ടിംഗ് വൈൻഡിംഗ് ടെർമിനൽ പരസ്പരം മാറ്റുക. പിന്നീട് റൊട്ടേഷൻ ദിശ പരിശോധിക്കുക. മോട്ടോർ നിർത്തുക. പിന്നീട് സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് വൈൻഡിംഗ് റീകണക്ട് ചെയ്യുകയും സ്റ്റാർട്ടർ ഔട്ട് ഗോയിങ് സൈഡിലെ സപ്ലൈ ടെർമിനൽ മാത്രം സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിക്കുന്നത് പോലെ ഇന്റർചേഞ്ച് ചെയ്യുക. ICDP സ്വിച്ച് ഓൺ ചെയ്യുകയും DOL സ്റ്റാർട്ടറിലെ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് മോട്ടോർ ഓൺ ആക്കുകയും ചെയ്യുക. ഒരു റിപ്പൾഷൻ മോട്ടോർ കണക്ട് ചെയ്യുകയും സ്റ്റാർട്ട്, റൺ, റൊട്ടേഷൻ, ദിശ മാറ്റൽ എന്നിവയും ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഡിവൈസുകൾ കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായി റൊട്ടേഷന്റെ ആവശ്യമായ ദിശ അനുസരിച്ച് ബ്രഷ് റോക്കർ ഹാൻഡിൽ 0 പൊസിഷൻ ന്യൂട്രൽ സോണിൽ നിന്നും അകലെയായി സൂക്ഷിക്കുക. റോക്കർ ആമിന്റെ 0 പൊസിഷനിൽ മോട്ടോർ സപ്ലൈയുമായി ഘടിപ്പിച്ച വൈൻഡിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയില്ല. അത് മോട്ടോർ ചൂടാകാൻ കാരണമാകും. ICDP സ്വിച്ച് ഓൺ ചെയ്യുകയും സ്റ്റാർട്ടറിലെ ഓൺ ബട്ടൺ അമർത്തുകയും ചെയ്ത് മോട്ടോർ സ്റ്റാർട്ടാക്കുക. ടാക്കോമീറ്റർ ഉപയോഗിച്ച് വേഗത അളക്കുക. പിന്നെ റൊട്ടേഷൻ ദിശയും പരിശോധിച്ച് പട്ടികപ്പെടുത്തുക. സാവധാനം റോക്കർ ആം സ്ഥാനം നേരത്തെയുള്ള പൊസിഷനിൽ നിന്നും മാറ്റുക. ഓരോ ഘട്ടത്തിലും വേഗത അളന്ന് പട്ടികപ്പെടുത്തുകയും ചെയ്യുക. സാധാരണയായി ഒരു ഗ്രാജുവേറ്റ് സ്കെയിലിലാണ് റോക്കർ ആം പൊസിഷൻ സൂചിപ്പിക്കുന്നത്. മോട്ടോർ സ്വിച്ച് ഓഫ് ചെയ്യുക. ബ്രഷ് ആക്സിസ് വിപരീത ദിശയിലൂടെ നേരത്തെയുള്ള പൊസിഷനിലേക്ക് മാറ്റുക. സ്വിച്ച് ഓൺ ചെയ്ത് മോട്ടോർ സ്റ്റാർട്ടാക്കുക. പിന്നീട് റൊട്ടേഷൻ ദിശ, വേഗത എന്നിവ പരിശോധിക്കുകയും അവ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. റോക്കർ ആം പൊസിഷൻ നേരത്തെയുള്ള പൊസിഷനിൽ നിന്നും സാവധാനം മാറ്റുക. ഓരോ ഘട്ടത്തിലും ഉള്ള വേഗത അളന്ന് പട്ടികയിൽ രേഖപ്പെടുത്തുക. സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുകയും മോട്ടോറും ആക്സസറികളും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുക. ബുഷ് പൊസിഷനും വേഗതയും DORും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന അനുമാനം എഴുതുക. സ്റ്റെപ്പർ മോട്ടോർ സ്റ്റാർട്ട്, റൺ, റിവേഴ്സ് ചെയ്യുക. സ്റ്റെപ്പർ മോട്ടറിനെ റെഗുലേറ്റഡ് പവർ സപ്ലൈ അഥവാ RPSുമായി ഘടിപ്പിക്കുക.
റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ 6 വോൾട്ട് ക്രമീകരിക്കുകയും സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുകയും മോട്ടോറിന്റെ പ്രവർത്തനം നിരീക്ഷിക്കുകയും ചെയ്യുക. കറന്റ്, വോൾട്ടേജ്, റൊട്ടേഷൻ ദിശ എന്നിവ നോട്ട് ചെയ്യുക. മോട്ടോർ നിർത്തുക. സപ്ലൈ ടെർമിനൽ കണക്ഷനുകൾ ഇന്റർചേഞ്ച് ചെയ്യുകയും മോട്ടോറിന്റെ റൊട്ടേഷൻ ദിശ നോട്ട് ചെയ്യുകയും ചെയ്യുക. സിംഗിൾ ഫേസ് AC മോട്ടോറുകളുടെ സ്റ്റാർട്ട്, റൺ, റൊട്ടേഷൻ ദിശ മാറ്റൽ എന്നിവ എങ്ങനെയെന്നുള്ള ഈ എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഡക്ഷൻ സ്റ്റാർട്ട്, ഇൻഡക്ഷൻ റൺ മോട്ടോറിന്റെ DOL സ്റ്റാർട്ടർ വഴി സ്റ്റാർട്ട് ചെയ്യൽ, റൺ ചെയ്യൽ, റൊട്ടേഷൻ ദിശ മാറ്റൽ അതായത് DOR എന്നിവ. കപ്പാസിറ്റർ സ്റ്റാർട്ട് അതുപോലെ ഇൻഡക്ഷൻ റൺ മോട്ടോറുകൾ, കപ്പാസിറ്റർ സ്റ്റാർട്ട് അതുപോലെ കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോറുകൾ, റിപ്പൾഷൻ മോട്ടോറുകൾ അതുപോലെ സ്റ്റെപ്പർ മോട്ടോറുകൾ. നന്ദി. അടുത്ത എക്സസൈസിൽ കാണാം.